ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ നിങ്ങളെ എല്ലാവർക്കും സോറി. എൻ്റെ വീട് ബേസ് പണിയണ വീഡിയോ എൻ്റെ നിന്ന് അറിയാതെ പോയി, അതുകൊണ്ട് ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് അതിന് പറഞ്ഞ ഞാൻ ബേസ് മുഴുവൻ കാണിച്ചു തരാം. അതെൻ്റെ അറിയാതെ പോയതാണ്. ഓക്കെ, നമ്മുടെ പണ്ടത്തെ ബേസ് തന്നെയാണിത്. നമ്മൾ വുഡൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രിഡ്ജ് കൊണ്ടാണ് ഉണ്ടാക്കിയെങ്കിൽ ഇപ്പം നമ്മൾ മറ്റേ സാധാ മറ്റേ ഓക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ. അവിടെ സോറി, അവിടെ സ്റ്റെപ്പ് വെച്ചേക്കണോണ്ട് കയറാൻ ഭയങ്കര പാടോ. അത് കുഴപ്പമില്ല. ഇവിടെ ബെഡുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മഞ്ഞ ബെഡ്. പിന്നെ ഒരു കട്ടിങ് സ്റ്റോൺ കട്ടറുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഫർണസ് ഉണ്ട്. ഒന്നുമില്ല, ഫർണസിൽ കാലിയാണ്. നമുക്ക് താഴെ സ്റ്റോറേജ് ആണ്. കൊണ്ടാ ഈ ലൈറ്റ് വെച്ചേക്കണ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കുറേ സ്റ്റോറേജ് കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാരിയലിൻ്റെ അകത്ത് നമ്മളെ വാല്യൂബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോലെ. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇതിൽ പെടാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ വേറെ ഒരെണ്ണം അവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോറേജ്. നമ്മുടെ ആകെ ഒരു അയണ ഉണ്ടായതുള്ളൂ. അയണ അവിടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാരിയലിൻ്റെ അകത്തൊന്നുമില്ല. കണ്ട നല്ല ലൈറ്റ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെക്കുമ്പോൾ ചാടി ചാടി മേലോട്ട് കയറുക, ഒന്ന് ചാടി കയറുക. നമ്മളിവിടെ താഴെ ഒരു ഇലക്ട്രിക് മാറ്റ് വെച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കാൻ. അപ്പോൾ നമ്മൾ ഒരു മെലൻ ഫാമാണ് ഉണ്ടാക്കാൻ പോണേ. നമ്മൾ ഇതിനുള്ള മൈനിങ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് വേറൊരു ജംഗിൾ ഞാൻ കണ്ടുപിടിച്ച്. അവിടെ നമുക്ക് കുറേ മെലൻ കിട്ടി. കുറച്ച് മെലനെ കിട്ടിയുള്ളൂ. അപ്പോൾ അത് ആ സീഡും ആക്കി, മുഴുവൻ സീഡാക്കി. നമുക്ക് 16 സീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു മെലൻ ഫാം അങ്ങ് ഉണ്ടാക്കിയേക്കാം. ലാവയിലോട്ട് വീഴാതിരിക്കല്ലേ. അടുത്ത് തന്നെ ലാവപ്പൂൾ ഉണ്ടാകുമ്പോൾ നെതർ പോർട്ടിൽ ഉണ്ടാക്കാൻ സിമ്പിളാണ് ഗൈസ്. പിന്നെ ഇതൊരു ഐലൻഡ് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ ഐലൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാം. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളതിൻ്റെ സീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വേൾഡിൻ്റെ. ഓക്കെ, അതിന് നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനുള്ള എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡെർട്ട് ഇവിടെ വെക്കണം. അങ്ങനെ ഇങ്ങോട്ട് 8 ഡെർട്ട് വെക്കണം. 8 ഡെർട്ട്. ഇനി അതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് 8 ഡെർട്ട് വെക്കണം. അപ്പുറത്തെ സൈഡിൽ നിന്ന് 8 ഡെർട്ട് വെക്കണം. ഓക്കെ, ഇനി ഇപ്പുറത്തും ഡെർട്ട് വെക്കണം. ഓക്കെ, വെച്ചോണ്ട് പോവാം. ഇങ്ങനെ നമ്മളിനി അപ്പുറത്തെ സൈഡ് ഒരു ബ്ലോക്ക് വിട്ടിട്ട് വേണം ഡെർട്ട് വെക്കാൻ. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ 8 വരി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇപ്പുറത്ത് നമ്മൾ ഒരു ബ്ലോക്ക് വിട്ടിട്ട് തൊട്ടപ്പുറത്ത് ഡെർട്ട് വെക്കണം. അതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെസ്റ്റ് വെക്കണം. ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ്. ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മുഴുവൻ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു ട്രാപ്പ് ഡോർ വെക്കണം. ട്രാപ്പ് ഡോർ അല്ല, ഫെൻസ്. ആ ഫെൻസ് നമുക്ക് വെക്കേണ്ടതാണ്. ഫെൻസ് വെക്കണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം പോകാതിരിക്കാനാണ് ഫെൻസ് വെക്കണത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടങ്ങ് ഫെൻസ് വെച്ചുകൊണ്ട് വന്നാൽ മതി. ഇവിടെ നമുക്ക് ഫെൻസ് അവിടെ വെച്ചേക്കാം. അങ്ങനെ ടോട്ടൽ ഇവിടം വരെ ഫെൻസ് വെക്കണം. അത് കഴിഞ്ഞ് ഈ ഫെൻസ് പൊട്ടിച്ച് കളയണം. കഴിച്ച് മേളിലായിട്ട് നമുക്ക് മേളിൽ മാത്രമേ ഫെൻസ് വെക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് താഴത്തെ ഫെൻസ് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ മേളിന് താഴെ ഫെൻസ് വെച്ച് നടുക്കൂടി വെള്ളം ഒഴിച്ച് പിന്നെ അപ്പുറത്തൊരു ബ്ലോക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ടിൽറ്റ് ചെയ്ത് ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോരോ മെലൻ സീഡ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മതി. ഓക്കെ, മെലൻ സീഡൊക്കെ നമ്മൾ ടോട്ടൽ വെച്ച് ഇപ്പുറത്തെ ആ വുഡ് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്കില്ലേ ഈ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഓരോ സീഡിൻ്റെ പ്ലാന്റിൻ്റെ മേളിൽ നമ്മൾ ആദ്യം ഒന്ന് ക്രൗച്ച് ചെയ്ത് ഇരുന്നിട്ട് ഓരോ സീഡിൻ്റെ മേളിലായിട്ട് കറക്റ്റായിട്ട് വെക്കണം. സീഡിൻ്റെ തന്നെ മേളിൽ വെക്കണം, വേറെ എവിടെയും വെക്കല്.
ഓക്കെ, അത് നമുക്കൊന്ന് വെച്ചിട്ട് കാണാം. അത് കുറച്ച് നേരം എടുക്കും. അയ്യോ, ആ സീഡ് പോയി, ഞാൻ വേറെ സീഡ് എടുത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് അപ്പം അങ്ങനെ വെച്ചേക്കണം. ആ സീഡ് പോയി, നമുക്ക് വേറെ സീഡ് ഞാൻ എടുത്തിട്ട് വരാം. സോറി. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി പാടാണ് ഗൈസ് അവിടെ സീഡിൻ്റെ മുകളിൽ വെക്കാൻ. നിങ്ങൾക്ക് സിമ്പിളായിരിക്കും, എനിക്ക് ചെറിയ പാടുണ്ട്. ഓക്കെ, അപ്പം നമ്മളത് കുറേ വെച്ച് ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട ഇങ്ങനെ വന്നത് നമ്മളവിടെ കുറച്ച് സീഡ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കില്ലേ എങ്ങാനും നമ്മളിവിടെ ആ സീഡിൻ്റെ മേളിൽ കയറിയത് നശിച്ചു പോകത്തില്ല. നമ്മളിവിടെ ചാടുമ്പോഴത്തേക്ക് നേരെ അതിൻ്റെ വെള്ളോട്ടേ അടുത്തുള്ളൂ, ട്രാപ്പ് ഡോറിൻ്റെ മേളിൽ. അതാണ് എൻ്റെ ഐഡിയ. ഇവിടെ ഞാൻ ഒന്നും കൂടി ടിൽറ്റ് ചെയ്യണം, അത് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരത്തുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന മെലനൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം, പിന്നെ വീണ്ടും നടാം. ചെസ്റ്റിൻ്റെ അകത്ത് വെച്ചാൽ മതി. ഓക്കെ, ബൈ.